കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തി മന്ത്രവാദിനി ജിന്നുമ്മയും സംഘവും സ്വർണം തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം. സംഭവത്തിൽ പാത്തുട്ടി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിടിയിലായ പ്രതികളടക്കം ആശയവിനിമയം നടത്തിയതായും ഡിവൈഎസ്പി കെ.ജെ. ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ടെത്തി. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും 596 പവൻ സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ മന്ത്രവാദിനി ജിന്നുമ എന്ന ഷമീന, ഭർത്താവ് ഉബൈസ്, ജിന്നുമയുടെ സഹായികളായ അസ്നിഫ, ആയിഷ എന്നിവർ റിമാൻഡിലാണ്. മന്ത്രവാദ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലടക്കം പങ്കാളികളായവരെ പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് ഡിവൈഎസ്പി കെ.ജെ. ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. സംഘാംഗങ്ങളുടെ ഫോണുകളിൽ നിന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫോണുകളിൽ നിന്ന് പല സന്ദേശങ്ങളും ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്തെങ്കിലും അവയെല്ലാം വീണ്ടെടുത്തിട്ടുണ്ട്. പാത്തുട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ജിന്നുമയുടെയും സംഘത്തിന്റെയും പരസ്പരമുള്ള ആശയവിനിമയം. ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുൻപും ശേഷവും ഗ്രൂപ്പിൽ ചർച്ച നടന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഉടൻ ഗൾഫിലേക്ക് കടന്ന മൊബൈൽ സ്വദേശി ഉവൈസാണ് പാത്തുട്ടി വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. 8 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗൾഫിലായിരുന്ന അബ്ദുൾ ഗഫൂർ ഹാജിയെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് ജിന്നുമ്മ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.